കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പേളിമാണി പങ്കുവച്ച ഒരു പോസ്റ്റിൽ എ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിശേഷിപ്പിച്ചത് മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനായ സിബി മലയിലിനെ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ജോ സിബി മലയിലിനെ ആയിരുന്നു. എന്നാൽ തന്റെ നേർക്ക് വന്ന ആ വിമർശനത്തെ സ്വന്തം അച്ഛന്റെ തലയിലേക്ക് വളരെ തന്ത്രപരമായി ഇട്ടുകൊടുത്ത് പേളിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ സൈബർ ആക്രമണം തരം താഴ്ന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ജോ ശ്രമിച്ചത്. തന്റെ സ്വന്തം സിനിമകൾ നന്നാക്കാൻ ഈ ബുദ്ധിയുടെ പകുതിയെങ്കിലും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ സിനിമകൾ വിജയമായേനെ എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രശസ്തനായ ഒരു അച്ഛന്റെ മകനായതുകൊണ്ട് മാത്രം യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അനുഭവിക്കാതെ സിനിമയിലേക്ക് എളുപ്പത്തിൽ കയറിപ്പറ്റിയ ഒരു നെപ്പോ കിഡ് മാത്രമാണ് ജോ. എന്നാൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടും സിനിമയോടുള്ള സമീപനത്തിലെ കഴിവില്ലായ്മ കൊണ്ടും ഇൻഡസ്ട്രിയിൽ ഒരിടത്തും എത്താൻ പറ്റാതെ പോയ ഒരു വ്യക്തിത്വം കൂടിയാണ് ഇയാൾ. സ്വന്തം കരിയറിലെ പരാജയങ്ങൾ മറച്ചുവെക്കാനും തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം അച്ഛന്റെ പാരമ്പര്യത്തെയും പ്രശസ്തിയെയും ഒരു പരിചയമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ സ്വന്തം അച്ഛന്റെ തണലിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇതേ വ്യക്തിയാണ് ഇപ്പോൾ നിലപാടിനെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പേളിമാണിക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നതാണ്. സ്വന്തമായ നിലപാടുകളോ കാര്യമായ സംഭാവനകളോ ഇല്ലാത്ത ഒരാൾ മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നിലപാടുകളെയും ചോദ്യം ചെയ്യുന്നത് തികഞ്ഞും വിരോധാഭാസമാണ്. മുൻപ് ഡൽഹി സമരത്തെക്കുറിച്ച് പേളി തന്റെ വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ അതിനെതിരെ നീളമേറിയ പേജുകളിൽ ഉപന്യാസം എഴുതിക്കൊണ്ടാണ് ഇയാൾ രംഗത്ത് വന്നത്. ആ മറുപടിയിൽ വിഷയാധിഷ്ഠിതമായ വിമർശനങ്ങൾക്ക് പകരം പേളിയെ വ്യക്തിഹത്യ ചെയ്യാനും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ആ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് സംസാരിക്കാനുമാണ് ഇയാൾ തയ്യാറായത്. അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സ്വന്തം പേഴ്സണൽ സ്പേസിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മറ്റുള്ളവർ എന്ത് പറയണം, എന്ന് ചിന്തിക്കണം, എപ്പോൾ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇയാൾക്ക് എന്താണ് അവകാശം? പൊതുസമൂഹത്തിൽ തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ പേളിക്കോ മറ്റേതൊരു പൗരനോ ഉള്ള സ്വാതന്ത്ര്യത്തിനു മേൽ ചട്ടക്കൂടുകൾ തീർക്കാൻ ഇയാൾ ആരാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്തരം ഇരട്ടത്താപ്പുകളോട് ഒന്ന് പോടോ എന്ന് മാത്രമേ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു വിമർശനം വന്നാൽ അതിനെ തൻ്റെ ഇടത്തോടെ മറുപടി നൽകാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. അല്ലാതെ വിമർശനം വരുമ്പോൾ അച്ഛന്റെ പ്രശസ്തിക്കും പേരിനും പിന്നിൽ പോയി ഒളിക്കുകയല്ല വേണ്ടത്. മലയാള സിനിമയ്ക്ക് ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ദേശീയ പുരസ്കാരം നേടിയ മഹാനായ സംവിധായകൻ സിബി മലയിലിനെ അങ്ങനെയൊന്നും ആരും പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് വിളിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ പേളി വിമർശിച്ചത് സിബി മലയിലിനെ അല്ല, മറിച്ച് നിന്നെ തന്നെയാണ് ജോ. അതുകൊണ്ട് ഇനിയെങ്കിലും അച്ഛന്റെ പോക്കറ്റിൽ കയറിയിരുന്ന് അനുതാപം പിടിച്ചു പറ്റാൻ നോക്കാതെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് നേരാവണ്ണം സ്വന്തം പേരിൽ മറുപടി കൊടുക്കാൻ തയ്യാറാകണം. സ്വന്തം അധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും സിനിമയിലും സമൂഹത്തിലും ഒരു വിലാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത്.